ഈ ആന്ത്രോപിക് PBC എന്നുള്ള ഒരു അമേരിക്കൻ AI കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ കുറേ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ക്ലോഡ് എന്ന പേരിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് നമ്മൾ ഗ്ലോബലി എല്ലാ IT കമ്പനികളിലും വലിയ സെൽ ഓഫാണ് നമ്മൾ കണ്ടത്. നമ്മൾ കുറേയധികം പാനിക്കായിട്ടുള്ള ന്യൂസുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിന് ഈ AI വലിയ രീതിയിൽ ഡിസ്ട്രപ്ഷൻ IT കമ്പനികളിലൊക്കെ കൊണ്ടുവരുമെന്നതിനെക്കുറിച്ച് കുറേ ന്യൂസുകൾ കണ്ടതിന് ശേഷം കുറേയധികം IT-യിൽ വർക്ക് ചെയ്യുന്ന കുറേ എംപ്ലോയീസ് എൻ്റെ അടുത്തൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഒരു ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ പലപ്പോഴും കുറച്ചധികം സമയത്തേക്ക് ഈ കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊക്കെ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട IT കമ്പനികളെല്ലാം ഇതിനെയൊക്കെ ഫേസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രെങ്ത് ഉള്ള കമ്പനികളാണ്. പല കമ്പനികൾക്കും ഹ്യൂജ് റിസർവ്സ് ഉള്ള കമ്പനികളാണ്. ഓൾറെഡി അവർ ഈ ഒരു IT-യിൽ അതുപോലുള്ള വരുന്നൊരു ചേഞ്ചിനെ നേരത്തെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ IT-യിൽ തന്നെയല്ല, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ആ സെക്ടറിൽ ഒരു ഡിസ്ട്രപ്ഷൻ എപ്പോഴും പ്രതീക്ഷിക്കണമെന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള സെക്ടറുകളിലുള്ള കമ്പനികളിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലർക്കും ഡിഫൻസ് സെക്ടറിലോ അങ്ങനെയുള്ള ഇന്ത്യയിലെ വളരെ ഗ്രോത്ത് ഉള്ള സെക്ടറുകളിലുള്ള വളരെ നല്ല കമ്പനികളിലേക്ക് കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ ഈ ഒരു ഡിസ്ട്രപ്ഷൻ്റെ ഈ ഒരു AI-യിൽ വരുന്നൊരു ചേഞ്ച് കൊണ്ട് വരുന്നൊരു ഡിസ്ട്രപ്ഷൻ IT-യിൽ ഒരു പക്ഷേ ഒരു വർഷത്തേക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും അവർക്ക് കാര്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഇല്ലാതെ നിൽക്കാനായിട്ട് നല്ല രീതിയിലുള്ള നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് മറ്റ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വരും ദിവസങ്ങളിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.